കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലീൻ വമാ അദ്റാക മാ ഇല്ലീൻ കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. യഥാർത്ഥ ഗുണവാന്മാരുടെ രേഖ ഭൂമിയിലല്ല, അവരുടെ രേഖ എല്ലിയിൽ ആകാശത്തിന്റെ ആകാശഗംഗക്കപ്പുറമുള്ള ലോകത്താണ് അവരുടെ രേഖ കിടക്കുന്നത്. അവര് ചെയ്യുമ്പോഴത്തിന് അവിടെ അത്ര ഊർജ്ജം ഉണ്ടാവും. കാരണം അതിനുള്ളിൽ ആരുണ്ട്? അല്ലാഹ്. മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ പശുവിനെ ഈ നിലക്ക് പാല് കിട്ടൂല, നമ്മളെ കൃഷി ഇങ്ങനെ വിളയൂല. നമ്മൾ ചേഞ്ച് ചെയ്യണം. എന്താ ചേഞ്ച് ചെയ്യേണ്ടത്? ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന അപാകതകളെ നമ്മൾ പരിഹരിക്കണം. അപ്പം നമ്മൾ പലതും ചേഞ്ച് ചെയ്യണം. ഉദാഹരണം പറയാം. ഉദാഹരണം ഇതെന്താണെങ്കിലും നന്മക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. അമേരിക്കൻ മിലിറ്ററിയുടെ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയാണ് 1960കളിൽ ആദ്യമായിട്ട് ഇതിൻ്റെ ബേസിക് സാധനം വരുന്നത്. ഏതാ സൂറത്ത്? മാരിച്ച് 19, 20, 21, 22. ഇന്നൽ ഇൻസാന ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. ഹാഫിളീങ്ങൾ ഉറക്കെ. ഇപ്പം മറ്റുള്ളവർക്ക് നമ്മുടെ കൂടെ ഇത് പാട മറക്കരുത്. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون. حسبي ربي جل الله الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا رحمة للعالمين. خذ بيدي قلت حيلتي أدركني. سلام عليكم يا عباد الله. سلام عليكم يا عباد الله. سلام عليكم يا عباد الله. വെള്ളിയാഴ്ച രാവിലെയാണ്. അള്ളാഹിൻ്റെ കലാമോ അള്ളാഹിനെ പറ്റിയും പറയുന്ന മജ്ലിസാണ്. ഇടത്തും വലത്തൊക്കെ അള്ളാഹിൻ്റെ മലായിക്കത്തും ഉണ്ടാവാൻ സാധ്യത ഏറെയുള്ള മജ്ലിസാണ്. അവരൊക്കെ ബറക്കത്ത് അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. അർവാഹകളുണ്ടാവും, പല ഖൈറും ഉണ്ടാവും. അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. ഒന്നും കൂടി പറയാം, ഓടിച്ച് പറയാം. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ ഖുലിഖ, സൃഷ്ടിക്കപ്പെട്ടത് ഹലുഅ, ഒരു വെപ്രാളിയായിട്ടാണ്. ഒരു വെപ്രാളാണ്. അതായത് എന്താണ് വെപ്രാളം? ഇദാ മസ്സഹു ശർറു ജസൂഅ, നഷ്ടം സംഭവിച്ചാൽ അവൻ, ആപത്ത് വന്നാൽ, നഷ്ടം വന്നാൽ, ഷെറു വന്നാൽ അവൻ അക്ഷമ കാണിക്കും. ഇദാ മസ്സഹുൽ ഖൈറു മനുഅ, നേട്ടം കിട്ടിയാൽ അവൻ നിഷേധിയുമാകും. എന്നാൽ ഇല്ലൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് ഈ ദുർഗുണം ഉണ്ടാവില്ല. എങ്ങനെയുള്ള നിസ്കാരക്കാർ? അല്ലദീന, അവർ തന്നെ, അലാ സ്വലാത്തിഹിം, അവരുടെ നിസ്കാരത്തിൻ്റെ മേൽ ദായിമൂൻ, നിസ്കാരപ്പുറത്തും നിസ്കാരത്തിൽ നിലനിൽക്കും. നിസ്കാരപ്പുറത്തും നിസ്കാരത്തിൽ മനസ്സിലാവുണ്ട് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഒരു മാധവനും നമ്മളും കൂടി ഓഫീസിൽ ഓഫീസർമാരാണ്, നമ്മൾ ഉദ്യോഗസ്ഥരാണ്. ബാങ്കിൻ്റെ നേരമായപ്പോൾ മാധവൻ പറഞ്ഞു നിസ്കരിക്കാൻ പോണില്ലേ? നിസ്കരിക്കാൻ പോയി. എണീറ്റ് വന്നാൽ നിസ്കരിച്ചല്ലോ. അതിൻ്റെ നേട്ടം നമ്മളിൽ നിന്ന് അയാൾ അനുഭവിക്കണമല്ലോ. അവിടെ വരുന്ന ഓഫീസിൽ വരുന്നവർ അനുഭവിക്കണമല്ലോ. അനുഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നിസ്കാരത്തിലല്ലല്ലോ, നമ്മൾ നിസ്കാരമില്ലല്ലോ.
നമ്മളെ കച്ചവടക്കാർ, നമ്മളെ കസ്റ്റമർ അനുഭവിക്കണ്ടേ നമ്മളിൽ നിന്ന്? അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും നല്ലവരാരാ? ഈ നിസ്കാരക്കാർ. സുബഹി നിസ്കാരം കഴിഞ്ഞ് പഴയ കാലത്തെ അറബി കച്ചവടക്കാരുടെ കഥയുണ്ട് താരീഖിൽ. സുബഹി നിസ്കാരം കഴിഞ്ഞ് കട തുറക്കും. കട തുറന്ന് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വരും, അവർക്ക് സാധനം എടുത്തു കൊടുക്കും. പിന്നെ ഒരു ഖുർആൻ ഓതിയിരിക്കും. നിസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കരിച്ച കട തുറക്കും. കാരണം ഏത് സാധനവും അതിരാവിലെ ചെയ്യുന്നതിലാണ് ബർക്കത്ത് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുകൂരിഹ, എൻ്റെ സമുദായം അതിരാവിലെ ചെയ്യുന്ന ഏത് കാര്യത്തിലും ബർക്കത്ത് ചെയ്യണമേ റബ്ബേൻ 1400 കൊല്ലം മുമ്പ് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓഫീസുകളിലൊന്നും ബർക്കത്ത് ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അവർക്കൊന്നും പണിയെടുക്കാനും കഴിയില്ല. എന്തുകൊണ്ട്? തുറക്കണ 10 മണിക്കാണ്. അതേസമയത്ത് അറബികൾ ചില നാടുകളുണ്ട്, അതിരാവിലെ ഓഫീസ് തുറക്കും, 12 മണിക്ക് ഓഫീസ് പൂട്ടും, കഴിഞ്ഞു. മനസ്സിലായി? അതിന് ബർക്കത്തും ഉണ്ടാവും, അതിൽ ഹൈറും ഉണ്ടാവും. ചില സാധനങ്ങൾ ബർക്കത്ത് ഉണ്ടാവില്ല. ഞായറാഴ്ച ലീവാക്കിയാൽ ബർക്കത്ത് ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. വെള്ളിയാഴ്ച ലീവാക്കിയിട്ടില്ലെങ്കിൽ ബർക്കത്ത് ഉണ്ടാവില്ല. ഞായറാഴ്ച ലീവാക്കിയ ബർക്കത്ത് ഉണ്ടാവില്ല. എന്തുകൊണ്ട്? യൗമുൽ അഹദ്. എന്താ ഞായറാഴ്ചയുടെ പേരെന്താ? യൗമുൽ അഹദ്. എന്താ അർത്ഥം? അള്ളാഹു കർമ്മം ചെയ്ത 1-ാം ദിവസം. യൗമുൽ ഇസ്നൈൻ, അള്ളാഹു കർമ്മം ചെയ്ത 2-ാം ദിവസം. യൗമുൽ സുലസാ, അള്ളാഹു കർമ്മം ചെയ്ത 3-ാം ദിവസം. യൗമുൽ അർബിഅ, അള്ളാഹു കർമ്മം ചെയ്ത 4-ാം ദിവസം. യൗമുൽ ഖമീസ്, അള്ളാഹു കർമ്മം ചെയ്ത 5-ാം ദിവസം. യൗമുൽ ജുമുഅ, സമ്മേളന ദിവസം. ഞായറാഴ്ച എന്തും ഞായറാഴ്ച. ഞാൻ കുറ്റിയടിക്കാൻ പറയുന്നവരൊക്കെ പറയാറുണ്ട്, കുറ്റിയടിക്കാൻ നല്ലത്, തർക്കല്ലിടാൻ നല്ലതൊക്കെ എന്നാണ്? ഞായറാഴ്ച രാവിലെ ദുആ സമയത്ത്. മനസ്സിലായില്ലേ? അതാണ് നല്ലത്. ഞായറാഴ്ച ളുഹറിന്റെ മുമ്പ് ചെയ്താൽ വലിയ ഖൈറുണ്ടാവും. കാരണം കർമ്മത്തിന്റെ 1-ാം ദിവസമാണത്. തിരിച്ചു വരും. മനസ്സിലായില്ല? ഇത് രാവിലെ കട തുറക്കും അറബി കച്ചവടം. പഴയ കാലത്ത് മുസാഹഫ് എടുക്കും, ഖുർആൻ ഓതും. അതിനിടെ കസ്റ്റമർ വരും, കൊടുക്കും. അടുത്തൊരു കസ്റ്റമർ വരും, അപ്പോൾ കൊടുക്കൂല. ഇതേ സാധനം വിൽക്കുന്ന അപ്പുറത്തെ കടയൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. കാരണം അയാൾക്കറിയാം അവിടെ ഒന്നും വിറ്റിട്ടില്ല. ഇന്ന് നമ്മൾ അവനുള്ള കച്ചവടം കൂടി പോകാൻ വേണ്ടിയിട്ട് അവനില്ലാത്ത നേരത്തെ കുഞ്ഞിച്ചട്ടി കുഴിച്ചിടുക അതിൻ്റെ അടിയിൽ. കുഞ്ഞിച്ചട്ടിക്കൊന്നും ഒരു കുറവുമില്ല, വിദ്യാഭ്യാസം കൂടിയിട്ടേ ഉള്ളൂ. കുഞ്ഞിച്ചട്ടി കുറയില്ല. നിങ്ങൾ വിചാരിക്കും വിദ്യാഭ്യാസം കൂടിയിട്ടൊന്നും മനുഷ്യന് അന്തം ഉണ്ടാവില്ല. അന്തം വേറെ, വിദ്യാഭ്യാസം വേറൊരു വിഷയമാണ്. നമ്മൾ പറഞ്ഞില്ലേ, അങ്ങോട്ട് പോകും തിരിച്ച്. മനസ്സിലായില്ലേ? ചിന്തിക്കും. എന്തുകൊണ്ട് അവർക്ക് ഇനി കഴിഞ്ഞ് അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അവിടെ പോയോ, അവിടെ പൂണിയേറ്റില്ല, അവിടെ വിറ്റിട്ടില്ല, കൊടുക്കും. അടു എന്തേന് കഴിഞ്ഞ എന്താ? അവരാരാ? നിസ്കാരക്കാരാ. ഇല്ലൽ മുസല്ലീൻ الذين هم على صلاتهم دائمون. ഹജ്ജിന് പോകാൻ ഭാര്യയും ഭർത്താവും തീരുമാനിച്ചു 10 സെന്റ് വിൽക്കണം. 4 ആളോട് പറയും ചെയ്തു, ആ 10 സെന്റ് വിറ്റിട്ട് എനിക്കും എൻ്റെ പെണ്ണുങ്ങൾക്ക് ഹജ്ജിന് പോകണം. പക്ഷേ വിൽക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട നിസ്കാരക്കാർ ചവിട്ടി. ഇക്കൊല്ലം ഒരാളിനോട് വന്നു പറഞ്ഞു, തിരിഞ്ഞില്ല, ചവിട്ടി. കാരണം പോന് എന്താണെങ്കിലും വെക്കും. ഇപ്പം ചവിട്ടി. 5 ലക്ഷം സെന്റിനുള്ളിന് 2 അതാക്കിയപ്പോൾ 2.5 3 വേണമെങ്കിൽ നമുക്ക് മുറിക്കാം. എന്ത് ഇവരൊക്കെ എന്താണ് അങ്ങോട്ട് താമണ്ടു? ഓ, അതിനൊക്കെ ഊരൊക്കെ ചവിട്ടിയാൽ ആ കാലുള്ള നരകത്തിലിടൂല. ഈ നിസ്കാരക്കാരെയൊക്കെ ഊരൊക്കെ ചവിട്ടണടാ. ഞങ്ങളെ നിസ്കാരത്തിലോ തലയെക്കെട്ടിലോ താടിയിലോ വഞ്ചിതനായാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളി, നമ്മളെ ഉസ്താദ് മരിച്ചു. ഇപ്പോൾ വേറൊരു ഉസ്താദാണ്. ഞാൻ ഒരുത്തൻ്റെ നിസ്കാരത്തിലോ അള്ളാഹു എനിക്കെന്ന തൗഫീഖാണ്, നിസ്കാരത്തിലോ തലയെക്കെട്ടിലോ താടിയിലോ ഞാൻ വഞ്ചിതനാവില്ല. എത്ര വലിയവനാണെങ്കിൽ എൻ്റെ റബ്ബ് എനിക്കെന്നൊരു തൗഫീഖാണ്. കാരണം ഇതൊക്കെ കള്ളന്മാർക്കും ചെയ്യാം. ഇതൊക്കെ സിത്റുകൾ മാത്രമാണ്.
ഒന്നും കാര്യമില്ല. നല്ലതല്ലേ? നല്ലതാണെങ്കിൽ നല്ലതാണ്. പപ്പടം പൊരിച്ചിട്ട് നല്ലതാണ്, പക്ഷെ ചോറ് വേണം. എരിശ്ശേരി പുളിശ്ശേരി നല്ലതാണ്, നല്ലതല്ലേ? നല്ലതാണ്, പക്ഷെ ഇത് വേണം, ചോറ് വേണം. ചോറില്ലെങ്കിൽ എരിശ്ശേരി പപ്പടം അടിച്ചൊരു പുറം പൊളിക്കൂലേ? ചിന്തിക്ക്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഇതെന്തിനൊന്നും താടിയിലും തലക്കെട്ടിലും തൊപ്പിയിലും നീളം കുപ്പായം ഒന്നും വഞ്ചിതരാകണ്ട. അതൊക്കെ ഓരോ പണിക്കാർക്ക് ആ പണിക്കനുസരിച്ചുള്ള യൂണിഫോം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. നിങ്ങൾ വഞ്ചിതരാകണ്ട. അതൊന്നും പടച്ചോൻ്റെ അടയാളമല്ല, പടച്ചോൻ കൽബിലുള്ളതിന് അടയാളമല്ല. പടച്ചോൻ്റെ പേരിൽ ഓൻ പറ്റിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന് അടയാളം മാത്രമാണ്. ഞാൻ നീളങ്ങുപ്പായിട്ടാണ് ഇനി പറ്റിക്കല്ല എന്നോൻ്റെ കർമ്മം കൊണ്ട് മനസ്സിലാവും, അത്രയേ ഉള്ളൂ. വഞ്ചിതരാകണ്ട, മനസ്സിലാവണ. നമുക്ക് ബോധം തരട്ടെ, ചിന്തിക്കണം. ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. ഒരു വയസ്സായിട്ട് തന്തയും തള്ളയും ഹജ്ജിന് പോവുക. അപ്പോൾ 10 സെന്റ് വിൽക്കാൻ തീരുമാനിച്ചു. റോഡ് സൈഡാ, വില കിട്ടും. അതൊരു 4 ആളോട് പറയുകയും ചെയ്തു, അത് വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് ഹജ്ജിന്. അയലാടി ചവിട്ടി. അങ്ങനെ ആരാ ചവിട്ടണ്? 9 മണിക്ക് പള്ളിയിൽ പോയി കൂടുന്നു. പള്ളി കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി കമ്മിറ്റിക്കാര്, നേതാക്കന്മാര്, സംഘടനാ പ്രവർത്തകന്മാര്, മജ്‌ലിസുൻ നൂറ് 200 ഒക്കെ നടക്കണവര് എല്ലാവരും. ഇതൊന്നും ഞാൻ മറ്റതിനാവൂല. നല്ലതല്ലേ? നല്ലതാണെങ്കിൽ നല്ലതാണ്, നല്ലതാണെങ്കിൽ നല്ലതല്ല. എനിക്കതിനെ പറ്റി അറിയില്ല. എന്റെ കൽബിൽ പടച്ചോൻ വേണം. മജ്‌ലിസ് 500 തീരും കാര്യമില്ല, എന്റെ കൽബിൽ പടച്ചോൻ. അതുകൊണ്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ ഒന്നുമില്ലെങ്കിൽ ഇല്ലാതിരിക്കില്ല. പടച്ചോൻ വേണം, കൽബിൽ പടച്ചോൻ വേണം. കൽബിൽ ഇപ്പത്തിന്റെ മുകളിലുണ്ടെങ്കിൽ ഈ പ്രശ്നം തീരൂലേ? എല്ലാം പ്രശ്നം തീരാൻ എളുപ്പ വഴിയ. കൽബിൽ റബ്ബുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കൽബിൽ റബ്ബില്ലാത്തതുകൊണ്ടാണ് എൻ്റെ സമുദായത്തിന്, ഞങ്ങളുടെ പരസ്പര പിണക്കങ്ങൾ ഞങ്ങളുടെ സമുദായത്തിന് തടസ്സമാണെന്ന് ഒരു നേതാവ് വിചാരിച്ചാൽ മതി. താഴത്തേക്കിറങ്ങിയാൽ പിണക്കം തീർന്നല്ലേ? തീർന്നു. താഴത്തേക്കിറങ്ങൂല. എന്തുകൊണ്ട്? കൽബിൽ റബ്ബില്ല. കൽബിൽ റബ്ബുണ്ടെങ്കിൽ അപ്പം തീരും. ഞാൻ അങ്ങോട്ട് പോണില്ല, ഞാൻ തിരിച്ചു വരും. അപ്പോൾ വളരെ ചിന്തിക്കണം. പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നിസ്കരിക്കണില്ല. الذين هم على صلاتهم دائمون. അതേ സമയത്ത് ഉംറക്ക് പോകാൻ നിശ്ചയിച്ചപ്പോൾ പൈസ വിചാരിച്ചോൻ തന്നില്ല. അപ്പം അപ്പുറത്തെ പരിയത്തെ കൃഷ്ണൻകുട്ടി എന്ന് ഞാൻ എൻ്റെ ഒരു സാങ്കല്പിക പേരാണ്. ഇതൊരു ഹിന്ദുവിനെ പറ്റി ഒരാൾ എന്നോട് ഈ അടുത്ത കാലത്ത് വന്ന് പറഞ്ഞതാ. കമ്മി വന്നു, 10,000-20,000 റുപ്യേൻ്റെ കമ്മി വന്നു. അപ്പോൾ അടുത്ത വീട്ടിലെ കൃഷ്ണൻകുട്ടി ഇവരും വേറെ കണ്ടപ്പോൾ പറഞ്ഞു, എന്തേ? അല്ലല്ല, ഒരു പൈസ കിട്ടാണ്ടായിരുന്നു, അതാണ് കിട്ടും വിചാരിച്ചു, കിട്ടിയില്ല. അപ്പം എത്ര കമ്മിയുള്ളത്? ഒരു 10 രൂപ. ആ പൈസ എന്നാൽ പോലെ എൻ്റെ മോളെ കെട്ടിക്കാൻ എടുത്തുവെച്ച പൈസ. അതേ ചിലപ്പോൾ 2 ആഴ്ചനുള്ളിലൊന്നും കല്യാണം ഉണ്ടാവില്ല. നിങ്ങൾ 2 ആഴ്ച കൊണ്ട് വരുമല്ലോ, അത് നമുക്ക് പിന്നെ നോക്കാം. നിങ്ങൾ ഇതുകൊണ്ടേക്കോളി. എന്തുകൊണ്ടാണ് കൃഷ്ണൻകുട്ടിയെ പറഞ്ഞത്? ഓൻ്റെ മനസ്സിൽ നന്മയുണ്ട്. എന്തുകൊണ്ടാണ് നീ നിസ്കരിക്കണം അത് പറയാഞ്ഞത്? ഓൻ്റെ മനസ്സിൽ നന്മയില്ല. അതൊന്നും ഭർത്താനം പറഞ്ഞ കാര്യമല്ല. ഇതൊക്കെ നേരെ അങ്ങനെ എന്തു പറഞ്ഞാൽ ഇതൊക്കെ നാട്ടിൽ നടക്കണം. മനസ്സിലാക്കണം, ചിന്തിക്കണം. നമ്മൾ الذين هم على صلاتهم دائمون. അവർ അവരുടെ നിസ്കാരത്തിൽ നിലനിൽക്കുന്നവരാണ്. നിസ്കാരത്തിന്റെ മേലാണ് നിലനിൽക്കും. അതായത് അവർ സദാസമയം ആരുടെ മുന്നിലാണ്? ഉറങ്ങരുത് കേട്ടോ, ഉറങ്ങരുത്. ഒരൊറ്റ മൂലി പറഞ്ഞുതരാൻ പോവുകയാണ്. ഈ ക്ലാസ്സിൽ ഈ ആഴ്ച ഞാൻ സൂഫി ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്ത ഒരൊറ്റ മൂലി എന്നോട് പറയാം. നമുക്ക് ചേഞ്ച് ആവണം. നമുക്കൊരു കാര്യം ഉറപ്പിച്ചു, നമ്മളെ സാധനങ്ങളും നമ്മളൊന്നും മേലേക്ക് കയറണില്ല. നിസ്കാരം കയറണം. ഇത്ര കയറിയാൽ പോലെ. ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലീൻ. ഇത്ര കയറിയാൽ പോലെ.
ഒരു അമൽ ചെയ്താൽ അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ അമലിൻ്റെ കരുത്തുകൊണ്ട് ആ അമൽ എവിടെ എത്തണം? അല്ലീൻ എന്ന ആകാശത്തിൻ്റെ മുകളിലെത്തണം. അതിനോട് മലക്കുകളുണ്ട്, ഡിം നിറ അട്ടിച്ചു കൊണ്ടുപോകും. എന്നാൽ ചില ആളുകളെ നിസ്കാരം ഷിബ്രൻ, ഒരു ചാണ് പോലും പൊങ്ങൂല, അത്രയും കരുത്തുള്ളൂ. മരുന്നില്ല, മരുന്നില്ലാത്ത ബാണം ഒറ്റ ചെറിയ മരുന്നുണ്ടാവുള്ളൂ. ഒറ്റ കഴിഞ്ഞു ബാണം പോയിട്ട് അവിടെ പോയി പൊട്ടുന്ന വിചാരിച്ച്. പക്ഷെ ഒന്ന് എന്നൊക്കെ അറിയാം. എന്തേ മരുന്നില്ലടാ. എന്റെ നിസ്കാരം പൊങ്ങണമെങ്കിൽ നിസ്കാരത്തിൽ എന്ത് വേണം? മരുന്ന് വേണടാ. എന്താ മരുന്ന്? അല്ലാഹു. പിന്നെ ബാക്കി ഇതൊക്കെ കവർ ചെയ്യുന്നു. മഞ്ചേരി അങ്ങാടിയിലുണ്ടായ 4 കൂടിയാണ് സ്ഥലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു എന്താ പറയുക, ഒരു ട്രാഫിക്കിലൊരാൾ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ബാപ്പാൻ്റെ ഇപ്പോൾ മഞ്ചേരി പോകുമ്പോൾ കാണുന്നത് ഒരുത്തൻ. അപ്പോൾ ആ ഭാഗത്തെ വണ്ടി നിൽക്കണം, പിന്നെ ഇങ്ങോട്ട് ധനിയുടെ എങ്ങനെ നമ്മളെ നിസ്കാരം നിസ്കാരം നമ്മൾ എന്താ? അതിൻ്റെ ഉള്ളിലൊരു സാധനങ്ങൾ കയറ്റണം. എന്ത്? അതാണ് ദിക്ർ, അതാണ് കാരണം. എന്നാ അത് ആകാശത്തിൻ്റെ മേലെ പറ്റിയേ പൊട്ടുള്ളൂ. ഇതും ഖുർആനല്ലേ? ഏതാ സൂറത്ത്? കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ മുത്തഫിഫീൻ അല്ലേ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നല്ല കുട്ടിയാണ്. എന്താ പറയുക? വൈലുല്ലിൽ മുത്തഫിഫീനുണ്ട്. അതായത് 30-ാമത്തെ ജുസിലുണ്ട് ഈ സൂറ, ഈ ആയത്ത്. എന്താണ് ആയത്ത്? കല്ലാ ഇന്ന കിതാബൽ അബ്റാരി, യഥാർത്ഥ ഗുണവാന്മാരുടെ കിതാബ് ലഫീ ഇല്ലിയീൻ. അവരുടെ രേഖ ഇവിടെയല്ല, അവരുടെ രേഖ അവരിവിടെ ജീവിക്കുമ്പോൾ അവരുടെ രേഖ അവിടെ. കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. യഥാർത്ഥ ഗുണവാന്മാരുടെ രേഖ ഭൂമിയിലല്ല, അവരുടെ രേഖ എല്ലിയിൽ ആകാശത്തിന്റെ ആകാശഗംഗക്കപ്പുറമുള്ള ലോകത്താണ് അവരുടെ രേഖ കിടക്കുന്നത്. അവര് ചെയ്യുമ്പോഴത്തിന് അവിടെ പൊട്ടും. അത്ര ഊർജം ഉണ്ടാവും. കാരണം അതിനുള്ളിൽ ആരുണ്ട്? പഠിക്കണ്ടേ? മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ പശുവിന് ഈ നിലക്ക് പാല് കിട്ടൂല, നമ്മളെ കൃഷി ഇങ്ങനെ വിളയൂല. നമ്മൾ ചേഞ്ച് ചെയ്യണം. എന്താ ചേഞ്ച് ചെയ്യേണ്ടത്? നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന അപാകതകളെ നമ്മൾ പരിഹരിക്കണം. അപ്പം നമ്മൾ പലതും ചേഞ്ച് ചെയ്യുന്നു. ഉദാഹരണം പറയാം. ഇതെന്താണെങ്കിലും നന്മക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. അമേരിക്കൻ മിലിറ്ററിയുടെ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയാണ് 1960കളിൽ ആദ്യമായിട്ട് ഇതിൻ്റെ ബേസിക് സാധനം വരുന്നത്. മനസ്സിലായില്ല? അമേരിക്കൻ മിലിറ്ററിയുടെ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി ഉണ്ടാക്കിയിട്ട് പിന്നെ വികസിപ്പിച്ചതാണ്. മനസ്സിലായില്ല? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം വികസിപ്പിച്ചതാണ് ഇന്ന് നമ്മളുടെ കയ്യിൽ കിടക്കുന്ന മൊബൈൽ. എന്തിനാണ് അമേരിക്കൻ മിലിറ്റൻസി ലോകത്തേക്ക് കയറി വന്നത്? കൊല്ലാൻ തന്നെ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രക്തക്കറയാണ്. ഇതൊരിക്കലും നല്ലൊരു സാധനമല്ല. കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനം അത്. പിന്നെ വികസിപ്പിച്ച് സാധാരണക്കാർ കൂടുതലാണ്. അടിസ്ഥാനപരമായി ഈ സാധനം ഉണ്ടാക്കിയത് കൊല്ലാൻ വേണ്ടിയാണ്. ഇത് കൊല്ലാണ്ടാക്കിയതാണ്. പലതും ഇപ്പോൾ കാർഗോ ഫാൻസില്ലേ? കാർഗോ ഫാൻസ് എന്ന് പറയും. പാൻറ്റിൽ ഇവിടെ ഒരു ഇത് എന്താ പറയുക, ഇവിടെ ഒരു കീശ, ഇവിടെ കീശ. അമേരിക്കൻ പട്ടാളക്കാർക്ക് യുദ്ധഭൂമിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ആ പാൻറ്റ്. അപ്പോൾ ആ പാൻറ്റിൽ രക്തമുണ്ട്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. അമേരിക്കൻ പട്ടാളക്കാർ ലോകത്തെ ഏറ്റവും അനീതി ചെയ്ത
സമൂഹമാണത്. അവർ നാട്ടുകാരെ പരരാജ്യങ്ങളെ അന്യരാജ്യങ്ങളെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ തോക്കിൻ്റെ ഉണ്ട നിറക്കാനും മറ്റുള്ള സൗകര്യങ്ങൾക്കും അത്യാവശ്യമായ സാധനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് മിനറൽ വാട്ടറിൻ്റെ കുപ്പി. പുറത്തു പറയേണ്ട. പഠിക്ക് നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളാണല്ലോ, പഠിക്കാലോ. മിനറൽ വാട്ടറിൻ്റെ കുപ്പി ലോക ചരിത്രത്തിൽ അതിൽ രക്തമുണ്ട്. അതുണ്ടാക്കിയത് അമേരിക്കൻ പട്ടാളത്തിൻ്റെ കൊല്ലാനും തല്ലാനും വേണ്ടി പോകുന്ന പട്ടാളത്തിന് ഇടക്കിടക്ക് ഒരു സിപ്പെങ്കിലും കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് മിനറൽ വാട്ടറിൻ്റെ കുപ്പി. ഒക്കെ അസ്ലാദാണ്. അങ്ങനെ പല സാധനങ്ങളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പം നോക്കൂ, നിങ്ങൾ ചിന്തിക്കണം, അങ്ങനെ ഉണ്ടാക്കിയത്. ഈ സാധനത്തിൻ്റെ ഉപയോഗം നമ്മൾ അതിനൊരു ക്രമം പോലും ഉപയോഗിക്കണ്ടെന്ന് ഞാൻ പറയണില്ല. ഇതിനൊരു ക്രമം പോലും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് ഇവിടെ തന്നെ തറയ്ക്ക് നമ്മൾ ഇറങ്ങാന്നല്ലാതെ മേലേക്ക് നമ്മൾ കയറൂല. അതുകൊണ്ട് ഇതിനെ ലിമിറ്റ് വെക്കുക. ഞാൻ ഈ ആഴ്ച എൻ്റെ വിദ്യാർത്ഥികൾക്ക് ഒരു ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിൽ വരുന്നവർക്കൊരു ഹോംവർക്ക്. അവർ ഇഷ നിസ്കാരം കഴിഞ്ഞാൽ 7:14 ഇഷ വാങ്ങുക, 7:14 8 മണിയായാൽ മൊബൈൽ ഓഫാക്കുക, പിന്നെ സുബഹി കഴിഞ്ഞിട്ട് മൊബൈൽ ഓണാക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉള്ള മൊബൈലുകൾ പ്രത്യേകിച്ചും ഒരു മൊബൈലും വേണ്ട. വീട്ടിൽ വേണമെങ്കിൽ ഒരു സാധാരണ മൊബൈൽ വാങ്ങിയൊക്കെ, ചെറുത് നോക്കിയോൻ്റെ ഒക്കെ പഴയ മൊബൈൽ പോലത്തെ അതിൻ്റെ ഒരു സിമ്മ് കുടുംബക്കാർക്ക് മകളെ കെട്ടിച്ചോർത്തൊക്കെ കൊടുക്കുക. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിൽ രാത്രി അതിൽ വിളിച്ചാൽ മതി. അത് സൈലൻ്റ് വെക്കണ്ട. പൊതു റൂമിൽ ബാപ്പയും ഉമ്മയും കിടക്കണോടത്ത് വെക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി. അപ്പം നമുക്ക് ലിമിറ്റായി. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഏതാ സൂറത്ത്? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അവരുടെ നഫ്സിൽ വന്നതിൽ ചേഞ്ച് വരുത്താതെ അള്ളാഹുവുമായി അവരെ ബന്ധത്തിൽ ചേഞ്ച് വരൂല. അവർ നന്മയിലേക്ക് മാറാതെ അള്ളാഹു അവരെ നന്മയിലേക്ക് മാറ്റൂല. അവർ തിന്മയിലേക്ക് പോയാൽ അല്ലാതെ തിന്മയിലേക്ക് അള്ളാഹുവിനെ തിരിച്ചുവിടൂല. തീർച്ചയായും അല്ലാഹു തആല ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു ജനതയുടെ ദുസ്ഥിതിയെ അള്ളാഹു തആല മാറ്റുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അവരുടെ നഫ്സിൽ രൂഢമൂലമായ തിന്മകളെ അവർ ചേഞ്ചാക്കാതെ, അവർ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം വരുത്താതെ അള്ളാഹു അവരുമായുള്ള ബന്ധത്തിൽ ഒരു വ്യത്യാസം വരുത്തൂല. ഒന്നേറ്റൊരു നല്ല ബന്ധം അള്ളാഹു ഉണ്ടാക്കണമെങ്കിൽ അവരുടെ നഫ്സിന്റെ നിലവാരത്തിൽ ഒരു ചേഞ്ച് വരുത്തണം. എത്ര മോനെ? 11. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ലഹു മുഅഖിബാതു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത്. അവിടെ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു ജനത്തിനും അല്ലാഹു ചേഞ്ച് വരുത്തൂല. അതായത് അവരോടൊരു നല്ല ഇടപെടൽ അല്ലാഹു വരുത്തൂല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അവരുടെ നഫ്സിൽ എത്തിപ്പെട്ട കാര്യത്തിൽ അവർ ചേഞ്ച് വരുത്താതെ. അപ്പം നമ്മൾ ഇന്നു മുതൽ തീരുമാനിക്കുക, എന്ത്? ഇശ നിസ്കാരം കഴിയും. ഇശ നിസ്കാരം 7:45 കഴിഞ്ഞു. പിന്നെ ഒരു കാമണിക്കൂർ ആരെങ്കിലും വല്ല ഫോൺ ചെയ്ത് മിസ് കോൾ ഉണ്ടെങ്കിൽ അതിനൊന്ന് തിരിച്ചു വിളിച്ചു കഴിഞ്ഞു. അത്യാവശ്യമാണെങ്കിൽ നീ അത് തിരിച്ചു വിളിക്കണ്ട, നാളെ വിളിക്കാം. അത്യാവശ്യം ഒരാൾ വാട്സപ്പിൽ എന്തെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കി കഴിഞ്ഞു. ഇനിയില്ല, മൊബൈൽ ഓഫ് ചെയ്തു, പവർ ഓഫ് ചെയ്തു. ഇനി ഇത് തുറക്കൂല. എപ്പോഴല്ലാതെ സുബൈയുടെ ഔറാദ് കഴിഞ്ഞിട്ട്, സുബൈക്കൊരു ഔറാദ് വേണല്ലോ. ഖുർആനോ താകാതെ ഇക്രാകെ എന്തൊരു ഔറാദ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അതിൻ്റെ ഇടയിലോ നഷ്ടം വന്നോട്ടെ, നഷ്ടം വരൂല. ഒരു നഷ്ടം വരാനില്ല, നഷ്ടം വരൂല. അതെ, അതിന് പൊതുവായ ഒരു നമ്പർ ഉള്ളത് കൊടുക്കുക. ഞങ്ങളോട് ഓഫാക്കണമെന്ന് പറയണത് എന്തിനാണെന്നറിയോ?
ഓഫാക്കിയിട്ടില്ലെങ്കിൽ 4 ദിവസമേ സ്വഭാവം നിൽക്കുള്ളൂ. 5-ാം ദിവസം പിന്നെയും നമ്മൾ കൊത്തൽ തുടങ്ങും. അതിന് നഷ്ടം വരൂല. ഇനിയിപ്പോ അയൽവാസി മരിച്ചത് നമ്മൾ അറിഞ്ഞില്ല, ഏതായാലും അവനെ സുബൈന്റെ മുമ്പ് കുഴിച്ചിടൂല. ഞാൻ അങ്ങനെ കുഴിച്ചിട്ടാലോ കബറിന് പോയി നിസ്കരിച്ചാല് എല്ലാ മയ്യത്തിലും എല്ലാവരും പങ്കെടുത്തില്ല. ഇപ്പൊ എന്റെ സ്വാഭികൾക്കരെ അങ്ങനെയല്ല. ഞങ്ങൾ മയ്യത്ത് പങ്കെടുക്കാൻ വേണ്ടി പറയല്ല, പങ്കെടുക്കാൻ വേണ്ടി പറയുമല്ല. അതൊക്കെ സാധാരണ ആറ്റിയാണ്. അയൽവാസി മരിച്ചോട്ടെ, ഓനേതായാലും എവിടെ കുഞ്ഞ് പോകൂല. ഓൻ ഞാൻ അമേരിക്കയിൽ പോകൂല. ഓന്റെ ഖബറിനെ സ്കെച്ച് അവന്റെ മയ്യത്തിനടുത്ത് സ്കെച്ച് മാറ്റി തന്നെ. സുബൈ കഴിഞ്ഞിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ എന്തല്ല അറിയാത്തോണ്ട് നമുക്ക് എല്ലാവർക്കും ഉറക്കം കിട്ടി. മറ്റേ അയൽവാസി 40 വയസ്സായ അയൽവാസി ആണ് മരിച്ചു. പെട്ടെന്നാണ് നെട്ടിച്ചാടിയാട് മരിച്ചു. പിന്നെ അത് നമ്മൾ കണ്ടു വന്നു. ഓ മരിച്ച എത്ര? ഓന് മറ്റേ 6, 7 മണി, 8 മണി, 10 മണി മരിച്ചു. നമ്മൾ കിടന്നിട്ട് ആ വിവരം കിട്ടി. അപ്പം നമ്മൾ പെണ്ണുങ്ങൾ പോയി. പിന്നെ യാസീനോട് അവിടെ പോയി തിരിച്ചറിഞ്ഞു. പിന്നെ പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങി, പഠിച്ചോനെ വലിയക്കാര് മരിക്കുകയാണ്. അള്ളാഹു തആല ഞങ്ങൾക്ക് ദീർഘായുസ്സ് തരട്ടെ. അതിൻ്റെ മേനെന്താ നിങ്ങളും മരിച്ചോ? നിങ്ങൾക്ക് പേടിയാണ്. അവളെ BP കൂടി. ഞമ്മക്കും ബേജാറാ. എൻ്റെ പൊന്നല്ലേ ഇജ് ബേജാറാണ്ട. ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും മരിച്ചില്ല ഇൻഷാ അല്ലാഹ്. എൻ്റെ വല്യാപ്പാക്ക് 75 വയസ്സുണ്ടായിരുന്നു. എൻ്റെ വാപ്പാക്ക് 90 വയസ്സുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇജ് ബേജാറാണ്ട. എന്നാലും ഒരു ഉറക്കം കിട്ടിയില്ല. രണ്ടാളും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കടന്നു 2 മണി വരെ. അന്നത്തെ തഹജ്ജുദ് പോയി, ഒക്കെ പോയി. എന്തേ? ഈ മരിപ്പറിഞ്ഞുകൊണ്ട്. മറ്റേ നാട്ടുകാർക്കൊക്കെ വിവരം കിട്ടി. മെമ്മാലിയാക്കാൻ്റെ അവിടെ ഫോൺ ഓഫാക്കും 8 മണിയായ. എന്നാ ഞാൻ മൂപ്പരോട് പോയി പറയാം. എന്നാ വന്നു പറഞ്ഞോളൂ. എന്നാ നേരം വെളുത്തിട്ട് അറിഞ്ഞോളൂ. ഉണ്ടണ്ട 90% ആ നേരത്ത് വരൂല. നമ്മൾ നല്ലവർക്ക് കടന്നുറങ്ങും ചെയ്യാം. അല്ല അതിലിപ്പോ എന്താ കാര്യമുള്ളത്? ഒരാൾ മരിച്ച് നമ്മൾ അറിഞ്ഞിട്ട് എന്താ കാര്യം? അല്ലാഹു ഗഫൂറുല്ലഹു എന്ന് പറയല്ലേ. ഞാൻ അങ്ങനെ അങ്ങോട്ട് കയറിയായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ അങ്ങനെ കയറുക. അപ്പൊ അവിടെ പള്ളിന്റെ മുന്നിൽ വണ്ടികൾ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ആരും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കാറിൽ നിന്ന് തന്നെ ദ്വായിരുന്നു, അല്ലാഹു ഗഫൂറുല്ലഹു, അല്ലാഹു ഗഫൂറുല്ലഹു, അല്ലാഹു ഗഫൂറുല്ലഹു, അല്ലാഹു ഗഫൂറുല്ലഹു. ആ വളവ് ഇങ്ങനെ തിരിഞ്ഞ് കയറ്റം കയറിയപ്പോൾ ഞങ്ങൾ ഇത് ആരും ആവാം, ആരോ ആയിക്കോട്ടെ. ഇനി അയാൾ മരിച്ച ആരാണ് നമ്മൾ അറിഞ്ഞേണ്ടതില്ല. അബുദല്ലേ, അള്ളാഹിന്റെ അബുദിനെ അൽഹംദുലില്ലാഹ് അത് മതിയല്ലോ. അള്ളാഹ്ക്ക് ഓ മനസ്സറിഞ്ഞാണ് പറഞ്ഞു. എന്ത് അല്ലാഹു ഗഫൂറുല്ലഹു ആരാണെങ്കിൽ പുറത്തു കൊടുക്കുക റബ്ബേ മതിയല്ലോ. പോലെ അതുപോലെ. എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? അതിന്റെ പേരില്ല. നമുക്ക് ചേഞ്ച് ആകാൻ കഴിയില്ല. ചേഞ്ച് ആകണമെങ്കിൽ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. മകളെ കെട്ടിച്ചുകൊടുത്ത അമ്മൂശാക്ക മരിച്ചു ആയിക്കോട്ടെ, 1-2 വട്ടമൊക്കെ കുത്തിപ്പറയും. നിങ്ങളെ പിന്നെ വിളിച്ചാൽ കിട്ടൂലല്ലോ. ഞങ്ങൾ ഇനി എന്താണെങ്കിലും 8 മണിക്ക് ഓഫാക്കും. അതിപ്പോൾ നിങ്ങൾ മരിക്കുന്നത് അറിയാതിരിക്കാൻ വേണ്ടിയൊന്നുമില്ല. ഇനി അയിമൻ 4-4 ആഴ്ച 2 ആഴ്ച പോലെ ഇടക്കിടക്ക് പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ. ചിലർ പറയാൻ അവസരം ഉണ്ടാക്കും. അതിന് നിങ്ങൾ ബേജാറുണ്ടാകും. അതിപ്പോൾ എന്താണെങ്കിൽ പറയേണ്ടവരും എന്താണ്. അല്ലെങ്കിൽ പിന്നെ പറയാ കുഞ്ഞാളെ പാപ്പിയും നേരത്തെ ഉറങ്ങണവരാണ്, അയച്ചങ്ങൾ നല്ല മനുഷ്യന്മാരെ, അയച്ചങ്ങൾ എണീറ്റ് തഹജ്ജുദ് അൽഹംദുലില്ലാഹ്. അല്ലാഹു ഗഫൂറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നിങ്ങൾ രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് ദുആർന്നാൽ അതിൽ നിങ്ങളെ മരിച്ച അയൽവാസി വിടുവല്ലേ? മതിയല്ലോ. ഫാത്തിമ ബീവി മരിച്ചിട്ട് സ്വഹാബികൾ മുഴുവൻ അറിഞ്ഞിട്ടില്ല. നേരം വിളിച്ചിട്ട് അറിഞ്ഞു. രാത്രി തന്നെ മറവിട്ടു. മൊബൈലുണ്ടായിരുന്നു. മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തവരുണ്ട്, പങ്കെടുത്തേക്കാത്തവരും നല്ലോണം ഉണ്ട്. രാത്രി തന്നെ വസിയത്തുണ്ടായിരുന്നു, രാത്രി തന്നെ മറവിയണം, രാത്രി തന്നെ മറവിയിടും. ബാക്കിയുള്ളവർ ഖബറിൽ നിസ്കരിച്ചു. എന്ത് പ്രശ്നമുള്ളത്? അതൊക്കെ പറഞ്ഞ് നമ്മൾ പോയാൽ നമുക്ക് ചേഞ്ച് വരില്ല. ഈ സാധനം മാന്തരുതെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, മാന്തും. അപ്പൊ ഒരു ലിമിറ്റും ഒക്കെ. എന്ത്? രാവിലെ സുബഹി നിസ്കരിച്ചൊരു 6:30 അല്ലെങ്കിൽ 6, നിങ്ങളുടെ സൗകര്യം. 6 മണി മുതൽ രാത്രി 8 മണി വരെ മാത്രമേ മൂപ്പരെ മൊബൈല് വർക്ക് ചെയ്യൂ. പിന്നെ ഓഫാക്കും. അതിൻ്റെ ഇടയിലുള്ള കച്ചവടം മതി. കച്ചവടം പോകുന്നില്ല. ഇപ്പൊ ബന്ധിന് കച്ചവടം പോകുന്നുണ്ടോ? ഇന്നിപ്പം എത്രാം തീയതി? 31-ാം തീയതി ബന്ധാണെന്ന് സങ്കല്പിക്ക്. കച്ചവടക്കാർക്ക് കച്ചവടം മുട്ടൂലല്ലോ. ആ സാധനം കൂടി എന്ന് വാങ്ങും? 30-ാം തീയതി വാങ്ങും.
30-ാം തീയതി കച്ചവടക്കാർക്ക് നിന്ന് തിരിയാൻ നേരം ഉണ്ടാവില്ല. 31-ാം തീയതി എണ്ണിട്ട് കുളിക്കാൻ നേരത്തെ പെണ്ണുങ്ങളോട് എന്തായിരിക്കും പറയാന്നറിയോ? ഇന്നലെ അങ്ങോട്ട് കസ്റ്റമർ വന്നിട്ട് ഞാനത് കുടുങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര ചെറിയ സ്ഥലമല്ല, അതിനങ്ങോട്ട് മൂടിട്ട് നേരങ്ങി കുടുങ്ങി, ഓ ഇവിടേക്ക് ഒന്ന് ശരിക്കൊന്ന് ഒഴിഞ്ഞോണ്ട, അല്ല ഒഴിഞ്ഞിട്ടൊന്ന് കുളിക്കാം. കച്ചവടം പോകില്ല. പോകുമോ? പറയുടെ ചങ്ങായി കച്ചവടം പോകുമോ? ഇല്ല, കച്ചവടം പോവില്ല. കോഴിമുട്ട വാങ്ങാൻ നേരം വൈകി. അപ്പൊ പെണ്ണുങ്ങൾ പറയും 2 മുട്ടയല്ലേ, നാളെ 4 മുട്ട എന്നാണ്. നാളെ വീട് വെക്കോലോ, നാളെ രാവിലെ 2 മുട്ടി, വൈകുന്നേരം 2 മുട്ടി തിന്നാൾ, എന്നാലും കുഴപ്പമൊന്നും വരില്ല, ഒരു നഷ്ടവും വരില്ല. 8 മണി മുതൽ രാവിലെ 6 മണി വരെ മൊബൈൽ ഓഫാക്കിയാൽ എൻ്റെ കലാം ആരോട് മാത്രം? അല്ലാ കാനയ. നിങ്ങൾ ഈ ന്യായമൊക്കെ പറയണ്ടല്ലോ, നിങ്ങൾക്കൊരു ഹദീസ് ഞാൻ ഓതിത്തരാം. കാന യക്റഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കലാമ ബഅദൽ ഇശാഇ. ഇശാഇന് ശേഷം സംസാരിക്കുന്നത് മുസ്തഫ നബിക്ക് വെറുപ്പാണ്. പിന്നെ എന്തതിനൊക്കെ മേന, പിന്നെ നമ്മൾ നീളം കുപ്പായിട്ടിട്ട് എന്താ കാര്യം? ഇൽമില്ലല്ലാതെ സംസാരിക്കരുത്, അല്ലെങ്കിൽ ഭാര്യയോടൊരു സല്ലാപ സംസാരം പറ്റും, അത്രേ പറ്റൂ. കാന യക്റഹുൽ കലാമ ബഅദൽ ഇശാഇ. ഇശ നിസ്കരിച്ചിട്ട്, ഇശ ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കുക, പിന്നെ വർത്തമാനം പറയൽ റസൂലുള്ളാഹിക്ക് വെറുപ്പ. യക്റഹു യക്റഹു വെറുപ്പ, റസൂലുള്ളാഹിക്ക് വെറുപ്പ. റസൂലുള്ളാഹിക്ക് വെറുപ്പുള്ള ഒരുത്തൻ നന്നാവും, ഓനെ പടച്ചോൻ ഇഷ്ടപ്പെടും. അത് പറയാനോ നബിക്കൊക്കെ ഇഷ്ടമാണ്, പക്ഷേ നബിക്കോനോട് വെറുപ്പാണ്. പക്ഷെ ഞാൻ ഇപ്പൊ റബ്ബായതുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അല്ല എന്ത് പറയാ, ഇനി നബിക്ക് വെറുപ്പാ, പക്ഷെ നബിനെ പോലെയല്ലല്ലോ ഞാൻ. പറയാ ബന്ധപ്പെട്ടവരെ മനസ്സിലായില്ല. നബിക്ക് ഇയാളോട് വെറുപ്പാണ്. അപ്പൊ ഇയാളുടെ പുരോഗതി തടസ്സപ്പെടുത്തിയത് ആ മൊബൈലാണ്. മൊബൈൽ ഒരു ഉദാഹരണം. അത് നാട്ടിൽ 4 ആഴ്ച കൊണ്ട് അറിയും, 2 ആഴ്ച ബുദ്ധിമുട്ടുണ്ടാവും, 4 ആഴ്ച കൊണ്ട് അറിയും. പിന്നെ ഒരു പെണ്ണുങ്ങൾ മാപ്പിള നേരത്തെ തന്നെ ഉറങ്ങും, പിന്നെ അവരെ വിളിച്ച കിട്ടും. ആ വേണ്ട, നേരെ നമുക്ക് പറഞ്ഞോട്ടെ, മതി, ഇന്ത്യ എത്ര പോരെ? അതിന് വരെ കച്ചവടം മതിയും. 8 മണി 7:14 എത്ര ഇശാ ബാങ്ക്? 17 ആയിക്കോട്ടെ, 17 7:17 8 മണി 7:45 കഴിയോലോ. എന്ത് ജമാഅത്തും കഴിഞ്ഞല്ലോ, ഇനി എന്ത് മതി? പിന്നുണ്ടല്ലോ 15 മിനിറ്റ്. ഓഫായിക്കളാം. ഇത് ക്ലാസ്സിൽ വരുന്നവരൊക്കെ നടപ്പിലാക്കുക. അവർ ചേഞ്ച് ഇൻഷാ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് പിന്നെ അട്ടം വന്നോട്ടെ, ഒരു അട്ടം വരാനില്ല, ഒന്നുമില്ല. പിന്നെയോ അപ്പൊ നമുക്ക് ലേശം നേരം കിട്ടും. ആ നേരം ഖുർആനോടാ കുറച്ച് നേരം കിട്ടി. അപ്പൊ റൂമിൽ തന്നെ ഇരുന്ന് കുറച്ച് എക്സസൈസ് ചെയ്ത് വ്യായാമം, നല്ലൊരു വ്യായാമം ചെയ്തു, നല്ല കാര്യം. ഇത് തോണ്ടിയിട്ട് നേരല്ല, തോണ്ടി കഴിഞ്ഞിട്ട് കടന്നു എന്നുകൊണ്ടാണ്. കുറച്ച് വ്യായാമം ചെയ്തതാണ് ചങ്ങായി. ഒരു അരമണിക്കൂർ വ്യായാമത്തിനെടുത്തു. രാവിലെ ഓഫീസ് പോകുന്ന തിരക്കായതുകൊണ്ട് വ്യായാമത്തിന് കഴിയില്ല, ആയിക്കോട്ടെ, ഒന്നും തെറ്റല്ല, ഒക്കെ നല്ല കാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹ് ഒരു മനുഷ്യനെ സമ്പത്തിനേക്കാളും ഒരു മനുഷ്യന് വേണ്ടത് ആരോഗ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഒരു മനുഷ്യന് സമ്പത്തല്ല വേണ്ടത്, പറ, ആരോഗ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. സമ്പത്തിനേക്കാളും ഒരു മനുഷ്യന് വേണ്ടത് ആരോഗ്യമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. രാത്രി 8 മണി 8:30 വരെ വ്യായാമം ചെയ്തോ, പിന്നെ ഒരു 10 ഖുർആൻ ഓതിക്കോ, പിന്നെ കടന്നോ. സുബൈക്ക് 3 മണിക്ക് എണീറ്റാ ഉറക്കണ അവസാനിച്ച് 9 മണിക്ക് കിടന്ന ഒരു മനുഷ്യൻ 3 മണിയായ എന്ത് കഴിഞ്ഞു? ഉറക്കം കഴിഞ്ഞു. ഇനി സുബൈന് ബാങ്ക് കൊടുക്കാൻ എത്ര ഉണ്ട്? 2 മണിക്കൂറല്ലേ? ഈ 2 മണിക്കൂർ തഹജ്ജുദ് നിസ്കരിക്കുക. എത്ര ജുസ് ഖുർആനോടാ? 1 ജുസ് ഓതിക്കോ. നടക്കൂലേ? നടക്കും. അപ്പൊ നിനക്ക് അതിരാവിലെ ബന്ധമായി ആരോട്? അല്ലാഹ്. ഇതിൻ്റെ വ്യാഖ്യാനം അടുത്ത ക്ലാസ് പറഞ്ഞുതരാം. ഇതിന് വ്യാഖ്യാനമുണ്ട്. സുബൈൻ്റെ മുമ്പുള്ള ഖുർആനത്തിന് ഞാൻ അടുത്ത ക്ലാസ്സിൽ വ്യാഖ്യാനം പറഞ്ഞുതരാം. ഞാൻ മറന്നങ്ങൾ ഓർമ്മപ്പെടുത്തണം. സുബൈൻ്റെ മുമ്പുള്ള ഖുർആനോത്ത് ഭയങ്കര, അതിൻ്റെ വ്യാഖ്യാനം ഞാൻ എല്ലാവരും സുബൈൻ്റെ മുമ്പ് ഖുർആനോത്തണം. അപ്പം നമ്മൾ ചേഞ്ചാവും. ആരിലേക്ക്? അല്ലാഹുവിലേക്ക്. പിന്നെ അത് നമ്മൾ നഷ്ടപ്പെടുത്തൂല. പിന്നെ ഒരുത്തനെ പറ്റി ഗീബത്ത് പറയുമ്പോൾ നമ്മളവിടെ ഇരിക്കൂല. പിന്നെ ഒരുത്തൻ്റെ വഴി നമ്മൾ മുടക്കൂല. ഓൻ വിറ്റോട്ട ചങ്ങായി, നമ്മൾക്ക് ഏതാണ് കയ്യിൽ പൈസ ഇല്ലല്ലോ, ഓൻ്റെ മകളെ കെട്ടിച്ചോടെ നമ്മളെ മകൾക്ക് കല്യാണം ഇല്ലെങ്കിലും
ഓനെ മാനെ പെണ്ണിട്ടിക്കോട്ടെ. ചിന്തിക്ക്. ഉള്ളതും ഇല്ലാത്തതുമായ നുണ പറഞ്ഞ് കല്യാണം മുടക്കൽ കാരണമായിട്ട് ഭാര്യക്കാർക്ക് പെണ്ണിട്ടല്ല, പെണ്ണുങ്ങൾക്ക് കല്യാണത്തിനും താല്പര്യമില്ല. ഒക്കെ ഞാൻ പിന്നീട് പറയാം. പെണ്ണുങ്ങൾക്ക് കല്യാണം താല്പര്യമില്ല, പെണ്ണുങ്ങൾക്ക് കല്യാണത്തിനും താല്പര്യമില്ല. പിന്നെ ബാക്കിയുള്ളത് നാട്ടിൽ ഓരോ പള്ളിൻ്റെ കൊലയും ഇരിക്കുന്ന ഒരു കല്യാണം മുടക്കുകയും ചെയ്യും. അൽഹംദുലില്ലാഹ് ഓലുണ്ടായതുകൊണ്ട് ഏതായാലും എന്തുണ്ടാവില്ല, കല്യാണിച്ചൊന്നും വല്ലാതെ തിന്നിട്ട് നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടി എന്നുള്ള പേടി ഉണ്ടാവില്ല. നമ്മളെ പള്ളിൻ്റെ ചെരുവിലൊക്കെ ഇരിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ടായത് കൊണ്ട് ഇൻഷാ അല്ലാഹ് കല്യാണമൊക്കെ ഭംഗിയായിട്ട് ഒരു മുടക്കിത്തരും. അതൊക്കെ ഓൽക്കുള്ള കറാമത്താണ്. പുറത്തു പറയണ്ട. നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി അടുത്ത ആഴ്ച. അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഈ ക്ലാസ്സിന് വരേണ്ട ആവശ്യമില്ല. അങ്ങനെ പള്ളിക്കമ്മറ്റിക്കാരും അഞ്ചോത്തെ നിസ്കാരത്തിന് പായുന്നവരും ബുദ്ധിമുട്ടിങ്ങോട്ട് വരണ്ട. നമ്മളെ ചീത്ത ഒഴിവാക്കണം. ചീത്ത ഒഴിവാക്കാതെ നന്മ ചെയ്തിട്ട് അതും കൂടി കഴിയും. നമ്മളെ കയ്യിൽ നമ്മളെ ശരീരത്തിൽ ആകെ ഉള്ളത് മൂത്രം. അപ്പോഴാണ് ഒരുത്തൻ ഒരു അത്തറ് പൂശാൻ തന്നെ. പൂശോ പൂശോ എന്താ അവനോട് പറയാം, ഞാൻ കുളിച്ചെടുത്ത് പറയങ്ങായി ആണോ അല്ലേ? എന്നാ ഈ തീട്ടട് ഒഴിവാക്കണം. ഈ ഗൈബത്ത് നമീമത്ത് തോന്നിയാസം ഇതൊക്കെ ഒഴിവാക്കാം. അതിന് ആദ്യം ഇതിന് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അവർ സ്വയം ചേഞ്ച് ആകാതെ അള്ളാഹു അവരുമായുള്ള ബന്ധത്തിൽ ഒരു ചേഞ്ച് വരുത്തൂല. ഏതാ സൂറത്ത്? എത്രാമത്തെ ആയത്താ പറഞ്ഞത്? 11. അള്ളാഹു തആല നാഫിഅ ഇൽമിനെ തരട്ടെ. ബാക്കി അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ്. ബാക്കി അടുത്ത ക്ലാസ് ഈ നമ്മുടെ റേഞ്ച് ഉയരാൻ വേണ്ടിയിട്ടാണ് സുബഹിൻ്റെ മുമ്പ് ഖുർആൻ ഓതുണ്ട്. അടുത്ത ക്ലാസ് പറഞ്ഞുതരാം. റേഞ്ച് പൊങ്ങും, അട്ട് കയറും. സുബഹിൻ്റെ മുമ്പ് ഖുർആൻ ഓതിയാൽ റേഞ്ച് അടിച്ച് കയറും, റേഞ്ച് എടുക്കും. അതിനാദ്യം ഇത് ഒഴിവാക്കണം. ഇതാണ് ഒഴിവാക്കിയ ഒരു പ്രശ്നമല്ല. ഇനി ഒന്നും കാണാനുമില്ല, ഒന്നും അറിയാനും കുത്തിത്തിരിപ്പില്ല. മിക്കവാറും കുത്തിത്തിരിപ്പൊക്കെ എഴുതുന്നത് 8 മണിക്ക് ശേഷമാണ്. എല്ലാ കുത്തിത്തിരിപ്പും കോൺഗ്രസിനെതിരെയും ലീഗിനെതിരെയും സമസ്തക്കെതിരെയും മറ്റേ തങ്ങൾക്കെതിരെയും ഈ തങ്ങൾക്കെതിരെയും രണ്ട് കൂട്ടരും, ബഹുമാനപ്പെട്ട രണ്ട് കൂട്ടരും, ഈ ബഹുമാനപ്പെട്ട രണ്ട് കൂട്ടരും കുത്തിത്തിരിപ്പ് എഴുതി വിടുന്ന നേരേതാ ഞാൻ ശേഷം. അതുകൊണ്ടപ്പം നാട്ടിൽ ഇപ്പം തെനമ്പസ് അതുണ്ടായത്. അത് നിർത്തി, അത് നിർത്തുക. ഇത് കിട്ടണത് ഇങ്ങനെ ഒന്നും വേണ്ട, അത് ഓഫാക്കി. പിന്നെ വല്ലാതെ നേരം ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ ഒരു കാര്യം ക്ലാസ്സിൽ പറഞ്ഞു നടപ്പിലാക്കാൻ തയ്യാറുള്ളവർക്ക് കൈപ്പൊക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. വീട്ടിൽ ചെറിയ മൊബൈൽ വാങ്ങി വെക്കുക. എന്തെങ്കിലും അത്യാവശ്യക്കാർക്ക് അയൽവാസിക്കും കൊടുക്കുക, കുടുംബക്കാർക്കും കൊടുക്കുക. അത്യാവശ്യത്തിന് അള്ളാഹു തആല ഇഷ്ടപ്പെട്ടവരിൽ നമ്മളെ ചേർത്ത് തരട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ചേഞ്ചാകാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. യഥാർത്ഥ നിസ്കാരക്കാർ ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.